മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി സംഘടിപ്പിക്കാൻ വെച്ചു. മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പേജിൽ എൻ്റെ ഫീഡിനകത്ത് വരുന്ന കാര്യങ്ങൾ ലൈവായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മലയാളികളുടെ ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്ന പേജുകൾ ഇൻസ്റ്റാഗ്രാം പേജാണ് ഞാൻ പറയുന്നത്. ഫോളോ ചെയ്യുന്നത് സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അതേപോലെ നമ്മുടെ കേരളത്തിലുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അതേപോലെ ഈ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികളുടെയും പേജൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ പറഞ്ഞ മാധ്യമ ന്യൂസ് ചാനലുകളും ഞാൻ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വന്നതിൽ ഞാൻ ലൈവായിട്ട് ഞാൻ അതിൻ്റെ ഈ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ, ഞാൻ കൂടുതലും ഈ റിലീജിയസ് ബേസ്ഡ് സംഭവങ്ങളും അതേപോലെ ഈ ടെററിസം അല്ല ഭീകരവാദം, തീവ്രവാദം ഇങ്ങനെയുള്ള സംഗതികളാണ് ഞാൻ കൂടുതലും ഊന്നൽ നൽകിയിരുന്നത്. അപ്പോൾ അതിൽ ഈ പല വീഡിയോയ്ക്കും അല്ലെ പല പോസ്റ്റുകൾക്കും താഴെ വരുന്ന കമൻറ്റുകൾ എന്നെ അതിശയപ്പെടുത്താറുണ്ട്. പലരും പലതരത്തിലായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്. വാദി പ്രതിവാദങ്ങളുണ്ടാവും, പരിഹാസങ്ങളുണ്ടാവും, അതിൽ തന്നെ ആൻറ്റി നാഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ ഇന്നേ മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഈ അന്യ മതക്കാരെയും ഈ പറഞ്ഞ മറ്റു ജാതീയപരമായിട്ടൊക്കെ അവഹേളിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇന്ന് വേണ്ട എല്ലാ സംഗതികളും ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ മലയാളികൾ പൊതുവെ പ്രബുദ്ധരാണ്, നമ്പർ 1 ആണെന്നാണല്ലോ ഒരു അവകാശവാദം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിൽ ഇങ്ങനെ ഷെയർ ചെയ്യാൻ കാരണം. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ആദ്യത്തെ വീഡിയോ വന്നിരിക്കുന്നത് പ്രൊഫൈലിൽ, എൻ്റെ ഫീഡിൽ വന്നിരിക്കുന്നത് ഏറ്റവും ടോപ്പിലാണല്ലോ കേട്ടോ, ഏറ്റവും ടോപ്പിൽ ജനം ടിവിയുടെ ഒരു പോസ്റ്റാണ് ആദ്യം. ഞാനത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഫസ്റ്റ് വന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഡീലുണ്ട്, BJP വിജയിക്കാതിരിക്കാൻ ആരുമായും ധാരണയാക്കാം. ഡീൽ സംബന്ധിച്ച് MAP നമ്മുടെ മുന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം സംബന്ധിച്ചൊരു കാര്യമാണ്. അതാണ് ജനം ടിവിയിലൂടെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നമുക്ക് നോക്കാം. കമൻറ്റ് സെക്ഷനിൽ പിന്നെ കൂടുതലും ഹിന്ദു മതവിശ്വാസികളാണ് കൂടുതലും ഇതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മൈനോറിറ്റി പൊളിറ്റിക്സും അതേപോലെ മൈനോറിറ്റി പൊളിറ്റിക്സ് അതേപോലെ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് പിന്നെ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്നും അല്ലെ അവരുടെ താല്പര്യങ്ങൾ എന്താണെന്നും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത താഴത്തെ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരസ്യം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ പരസ്യം അങ്ങനെ ഇതൊരു കൊല്ലം കടയ്ക്കലിൽ കുത്തുകൊണ്ട് മരണപ്പെട്ട് ഒരു കഴിഞ്ഞ ദിവസം കണ്ടൊരു കൊല്ലത്തൊരു ഒരാൾക്ക് കുത്തുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. അത് കഴിഞ്ഞ് സഞ്ജു ഈ സീസണിലെ സെഞ്ചുറി അടിച്ചു, ആദ്യത്തെ സെഞ്ചുറിയാണ് അത്. അതിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ജിയോ പൊളിറ്റിക്സ് മലയാളം എന്ന് പറഞ്ഞൊരു പേജിൽ ഇസ്രായേൽ തകർത്ത റെയിൽവേ പാലം വെറും 3 ദിവസത്തിനുള്ളിൽ പുനർനിർമ്മിച്ച് ഇറാൻ എന്നുള്ളൊരു പോസ്റ്റാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ 101 കമൻറ്റുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു കമേനി. അപ്പോൾ ഇതിൽ പല മതസ്ഥരും അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറച്ചിലായിരിക്കും. നമ്മൾ മലയാളികൾ തന്നെയാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൽ ഒരാൾ ഒരു ഫേക്ക് അക്കൗണ്ട് ചെയ്യുന്നു. മിക്കതും ഫേക്ക് അക്കൗണ്ടാണ് കൂടുതലും. അപ്പോൾ കുറേ പേര് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറേ പേര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കുറേ പേര് മതപരമായിട്ട് ഈ മുസ്ലിങ്ങളെയൊക്കെ മോശമാക്കി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഇതിൽ സംഘികൾക്കാണ് കൊള്ളുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ പേര് അങ്ങനെ ട്രോളുന്ന ആൾക്കാരുണ്ടാവും. ഇനി അടുത്ത താഴോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ CPM-ന്റെ പ്രതികാര നടപടിയിലൂടെ ഭാഗമായിരുന്നു കുംഭമേളയിലുള്ള വൈറലുകൾ. ആ ഒരു മൊണാലിസ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ വളയും മാലയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഏതോ ഒരു ഫോട്ടോഗ്രാഫർ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പിടിച്ച് അത് സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം ആ പെൺകുട്ടി വൈറലായി. അപ്പോൾ ഈ അടുത്താണ് പിന്നെ നമ്മുടെ മതേതര കേരളത്തിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെയും അതേപോലെ ഒരാളുടെയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിൽ വെച്ചിട്ട്. ഈ പെൺകുട്ടി ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. അതേസമയത്ത് പറഞ്ഞ യുവാവ് കല്യാണം കഴിച്ചിരിക്കുന്ന വരൻ അദ്ദേഹം ഒരു മുസ്ലിമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 18 വയസ്സ് പൂർത്തിയാകാത്തതുമായി ബന്ധപ്പെട്ട വിഷയം അത് ഇപ്പം കോടതി കേസ് വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയക്കാരെല്ലാവരും ഇതിനെ വളരെ ആദരവോടുകൂടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെയാണ് ഇതിനെ വരവേറ്റത്. അന്ന് നമ്മുടെ നാട് വിവാഹം കൊടുക്കാൻ പോകാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവാഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ്. प्यार तो भारत में पहली ഇതാണ് കേരളം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്.
യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ഇതൊരു ഇന്റർ റിലീജിയസ് മാരേജ് ആണ്. ഈ പറഞ്ഞ മൊണാലിസ ഒരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയും കല്യാണം കഴിച്ചത് ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസിയാണ്. അപ്പോൾ ഒരു ഇന്റർ റിലീജിയസ് മാരേജ് അത് കേരളത്തിൽ വെച്ച് നടത്തിക്കൊണ്ട് കേരളം സെക്യുലർ ആണെന്ന് കാണിക്കാനുള്ള പെടാപ്പാടായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഓരോന്നും എല്ലാവരും കൂടെ കാണിച്ചു കൂട്ടി. അതിന്റെ പെടാപ്പാടായിരുന്നു. മാരേജ് രജിസ്ട്രേഷൻ സമയത്ത് ഇവിടുത്തെ പ്രമുഖ MLA MP മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയുള്ള ഒട്ടനവധി പേര് എന്താണ് ഇവർക്ക് ആശംസ നേരുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ മാരേജ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പോലും ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അതും ഏതോ ഒരു സാധാരണ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രഹസനം കാണിക്കാൻ ഇവിടുത്തെ എന്താണ് ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. ജസ്റ്റ് റിവേഴ്സ് ദ റിലീജിയൻ. നിങ്ങൾ ആ ഒരു റിലീജിയനും അതേപോലെ ജെൻഡറും ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കി. ഈ പെൺകുട്ടി ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, ഈ വരൻ ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. സംഗതി ഇങ്ങനെ ആയിരിക്കില്ല. ഇങ്ങനെ ഒരാളുടെയും കയ്യിൽ നിൽക്കുന്ന ഒരു കേസ് ആയിരിക്കില്ല. ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, കേരളം നമ്പർ 1 ആണ്. മതേതരത്വം, സെക്യുലറിസം, ഇതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാനുള്ള ഒരു പ്രഹസനം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ഈ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് വേണം. ഈ പറഞ്ഞ ഭരിക്കുന്ന ആൾക്കാർക്ക്, അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ, അവർക്ക് മേൽ പറഞ്ഞ താല്പര്യമുള്ളത് കൊണ്ടും ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കിയില്ല. അതേസമയത്ത് ഇപ്പം ഒരു BJP RSS സംഘടനയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ലവ് ജിഹാദ് പോലുള്ള ഒരു പദ്ധതിയായിട്ട് മാത്രമേ കാണുള്ളൂ. അങ്ങനെ കാണുള്ളൂ. കാരണം ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം വിവാഹം കഴിക്കുന്നു, അതും അവിടുന്ന് ഇവിടെ കേരളത്തിൽ വന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത്, അതും വീട്ടുകാരുടെ സമ്മതമില്ലാതെ. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് ഈ മൈനർ ആയിരിക്കെയാണ് ഈ പറഞ്ഞ വിവാഹം നടത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BJP RSS എന്ന സംഘടന ഇതിനെ എതിർക്കും. ഒന്നാമത്തെ കാര്യം, അവർ ഈ പറഞ്ഞ ലവ് ജിഹാദ്, അതേപോലെ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ ഈ പറഞ്ഞ കുറേ പേരുകളുണ്ടല്ലോ, പുതിയ ടേമുകൾ, അതിനെല്ലാം എതിർക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഉറപ്പായിട്ടും അവർ ഇതിനെതിരെ പ്രതികരിക്കും. അതേസമയത്ത് ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരെന്താ ചെയ്യുന്നത്, അവർ നമ്പർ 1 ആണെന്ന് കാണിക്കാനും പിന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതും ഇവിടെ ഒരു ഘടകമാണ്, അതിനും കൂടെ വേണ്ടി ആൾക്കാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു ഡ്രാമ കളിക്കും. അതാണ് നടന്നിരിക്കുന്നത്. ബട്ട് ഒടുവിൽ ഈ പറഞ്ഞ MLA MP ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പെട്ടു. എന്താ ഈ സത്യത്തിൽ ഈ പെൺകുട്ടിക്ക് ഈ പറഞ്ഞ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ ഏതൊക്കെ വിഭാഗമാണ് കമ്മീഷനാണ് പരാതി കൊടുത്തിരിക്കുന്നത്, ഈ പറഞ്ഞ SC/ST വിഭാഗവും അതേപോലെ മറ്റുള്ള ഇതൊരു സംഘടനയും കൂടെ നൽകിയ പരാതിയിൽ കോടതി കേസെടുത്തു. അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി അതിനെതിരെ ഇവിടെ എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും എനിക്കറിയില്ല. ഇതൊക്കെ ഒരു സെലക്റ്റീവ് പൊളിറ്റിക്സ് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് റിവേഴ്സ് ദ ജെൻഡർ ഓർ റിലീജിയൻ. അത് നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് നോക്കി, അപ്പോൾ കാര്യങ്ങളെല്ലാം മാറും. കാര്യങ്ങളൊക്കെ മാറും. കേരള സ്റ്റോറി പോലുള്ള ചിത്രങ്ങളെ സാധൂകരിക്കുന്ന നടപടിയാണ് ബോധമില്ലാത്ത മാർക്സിസ്റ്റ് നേതാക്കന്മാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ദ റിലീജിയൻ ഓർ ജെൻഡർ. ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് അവളൊരു മുസ്ലിം പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ആയിരിക്കില്ല. അതേപോലെ ഈ പറഞ്ഞ അങ്ങനെ ഒരു മാരേജ് രജിസ്ട്രേഷൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇരിക്കുന്ന ഒരാളും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അതെന്താ കാരണം, അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാരുടെ ചോദ്യം വരും, ഉറപ്പായിട്ടും വരും. ഞാൻ ഈ പച്ചയായിട്ട് പറയുന്ന സത്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. കുറേ അഡ്വർടൈസ്മെന്റോ അങ്ങനത്തെ കുറേ മോഡലുകളും അതേപോലെ ഈ വൾഗർ കണ്ടന്റ് ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ്. എക്സസൈസ് ഒക്കെ ചെയ്ത് വിരളൊക്കെ കുറച്ച് ഓക്കെ ആയി. എന്താ ഡോക്ടർ എന്തൊക്കെ പറയുന്നു? ഡോക്ടർ ഒന്നും പറയുന്നില്ല, എനിക്ക് ഇന്ന് എക്സസൈസ് ഉണ്ട്. പിടിച്ചൊക്കെ കമ്മി 2 സൈഡ് കമ്മിയില് പിടിച്ച് നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ കാല് മരയിപ്പുണ്ട്, തല കറക്കുണ്ട്. കിടന്നിട്ട് എണീറ്റ് ഇരുന്നാലും തലകറങ്ങും, ഇരുന്നിട്ട് നിന്നാലും തലകറങ്ങും. മരയിപ്പാണിപ്പം നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വർക്കല തിരുവനന്തപുരം വെച്ചെങ്ങാണ്ട് ഒരു ട്രെയിനിൽ വെച്ചിട്ട് ഒരു മദ്യപിച്ചൊരു വ്യക്തി പെൺകുട്ടിയെ തള്ളിയിട്ടൊരു സംഗതിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. വളരെ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. എനിക്കൊന്ന് ഈ പെൺകുട്ടിക്ക് 26-28 വയസ്സ് പ്രായം കണ്ട് ഉണ്ടാവുള്ളൂ തോന്നുന്നു. ശ്രീകുട്ടി എന്നാണ് പേര്. അപ്പം എല്ലാവരെയും പോലെ കാണാനും നടക്കാനും കൈകൾ ചലിപ്പിക്കാനും എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ, നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നടന്നൊരു സംഗതിയാണ്. ട്രെയിനിൽ വെച്ചിട്ട് ട്രെയിന് അതിന്റെ പ്രോപ്രിയേറ്റർമാർ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ BJP സർക്കാരോ ആരും ആയിക്കോട്ടെ, ഇത് നടന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. അതേപോലെ ഇതിന്റെ കൾപ്രിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ കുറ്റകൃത്യം നടത്തിയ വ്യക്തി ആരാണ്? ഒരു മലയാളിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇവിടുത്തെ നിയമം, ജുഡീഷ്യറി സിസ്റ്റം പരാജയമല്ലേ? ഇതൊക്കെ നമ്മുടെ സൗദി അല്ലെങ്കിൽ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത് പോലെ മാതിരി ഈ അപ്പോൾ തന്നെ സ്പോട്ടിൽ തട്ടണം, അല്ലെ അറുത്ത് കളയണ്ട, അല്ലെ മുറിച്ച് കളയണം, അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ഈ പറഞ്ഞ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരിയോ അല്ലെ മാതാവോ അല്ലെ ഭാര്യയോ ആരും ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വിഷയം മനസ്സിലാവും. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കൊച്ചാണ്. അത് താഴത്തെ ഫോട്ടോ പുള്ളിക്കാരിയുടെ മുന്നത്തെ ഫോട്ടോ ആണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കൊച്ചാണ്. ഇപ്പോൾ
പാരലൈസ്ഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, മുഖം കോടിപ്പോയി. ഈ പറഞ്ഞ നാഡീ ഞരമ്പുകളുടെ പ്രവർത്തനം നിലച്ചിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല, ചലിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നാലോചിച്ച് നോക്കി, ഒരു നേരത്തെ ഒരാളുടെ ചെറിയൊരു പിഴവ് കൊണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് ഒരു 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 വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ മൊത്തം സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഇല്ലാതാവും. എന്നാലോചിച്ച് നോക്കി, ഇവിടുത്തെ നിയമം എന്താണ്, നിയമത്തിന് പട്ടി വിലയ ആൾക്കാർ കൽപ്പിക്കുന്നത്. ആൾക്കാർക്ക് അറിയാം നമ്മൾ ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ പോലും വലിയ താമസിയാതെ ആൾക്കാർക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് വരാം. ഇനി അതല്ല, ജയിലിൽ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും കൃഷ്ണാനം, മറ്റേ 3 നേരം ഭക്ഷണം ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. അങ്ങനത്തെ ഒരു കാലമാണ്. കഷ്ടം എല്ലാം എന്ത് പറയണം. സഞ്ജുയുടെ സെഞ്ചുറി വാർത്തയാണ്. പിന്നെ അത് കഴിഞ്ഞ താഴത്തേക്ക്, ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഇതാ ഇറങ്ങുകയായി, പ്രഖ്യാപനമായി ഉഗാണ്ടൻ മിലിറ്ററി മേധാവി. ജിയോ പൊളിറ്റിക്സ് മലയാളം എന്നുള്ളൊരു പേജിൽ വന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഉഗാണ്ടൻ മിലിറ്ററി മേധാവി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ എനിക്ക് ഊഹിക്കാവുന്നുള്ളൂ എങ്ങനെയുള്ള കമന്റുകളായിരിക്കും വരുന്നത്, എനിക്ക് ഊഹിക്കാവുന്നുള്ളൂ. നോക്കാം. ഓക്കെ, ഉഗാണ്ട ഇനി സംഖ്യകളുടെ അങ്കിൾ ലാൻഡ്. അടുത്തൊരാൾ, അമ്മയെ ഞങ്ങൾ ഇറങ്ങുകയായി. അപ്പോൾ കൂടുതലും ഇവിടെ ചാണക സംഖ്യകളായി ആകും, പിന്നെ പെറ്റ് റെഡി ആക്കി പോയിക്കോളും. പിന്നെ എൻ്റെ അമ്മയെ നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ. അപ്പോൾ ഒത്തിരി പേരും ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ കൂടുതലും ഈ നെഗറ്റീവ് കമന്റ് അടിച്ചിട്ട് വന്നിരിക്കും. അത് അവർ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹിന്ദു മത വിശ്വാസികൾ, അല്ലെങ്കിൽ ഈ BJP അല്ലെങ്കിൽ RSS സംഘടന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP അല്ലെങ്കിൽ RSS എന്ന സംഘടന ഇറാൻ അല്ലെങ്കിൽ പലസ്തീൻ പോലുള്ള ഒരു രാഷ്ട്രത്തെ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ പിന്നെ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യ എന്നുള്ള രാജ്യം അവർക്ക് വേണ്ട സഹായങ്ങളും മറ്റുള്ള ഹെൽപ്പിംഗ് എയ്ഡ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ പിന്നെ ന്യൂട്രലായിട്ട് നിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ BJP അല്ലെങ്കിൽ RSS എന്ന സംഘടന ഈ പറഞ്ഞ പലസ്തീൻ അതേപോലെ ഇറാൻ എന്നുള്ള പിന്നെ പറഞ്ഞ രാഷ്ട്രങ്ങളൊക്കെ ആയിട്ട് അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാം മതവിശ്വാസികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ ഈ പറഞ്ഞ ഫ്രസ്ട്രേഷനാണ് കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ ആയിക്കോട്ടെ, ഇസ്രായേൽ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, മറ്റാരും ആയിക്കോട്ടെ, ഇതൊന്നും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയല്ല. അല്ലെ എനിക്ക് വൈകാരികമായിട്ട് എനിക്കിതിൽ ഫ്രസ്ട്രേഷൻ വരാനോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് എനിക്കൊരു ചൊടിപ്പ് വരാനോ ഉള്ള ഒരു കാര്യമേ അല്ല, ഒരു കേസ് കിട്ടുകയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ രാഷ്ട്രത്തിന്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി. ഓക്കെ, നമ്മളെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം പാകിസ്ഥാൻ അല്ലെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പലസ്തീൻ അല്ലെ ഇസ്രായേൽ, ഈ പറഞ്ഞ രാജ്യങ്ങൾ ഏതെങ്കിലും നമ്മളെ ഭാരതത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ മുതിരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കും. കാരണം അതെന്റെ രാഷ്ട്രവുമായിട്ട് ഡയറക്റ്റ് വരുന്നൊരു സംഗതിയാണ്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവിടെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അതിൽ 90-95% പേരും ഒരു മതവിശ്വാസികളായിരിക്കും. ബാക്കി വരുന്ന 5% പേര് സെക്യുലർ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി പിന്നെ പ്രീതിപ്പെടുത്താൻ നടക്കുന്ന രാഷ്ട്രീയ സംഘടനകളുടെ ആൾക്കാരുമായിരിക്കും. സിമ്പിൾ. കാരണം അതാണ് നടക്കുന്നത്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ ആരും പച്ചയായിട്ട് പറയാൻ ധൈര്യപ്പെടില്ല, അല്ലെങ്കിൽ അതിനാരും മുതിരില്ല. അതാണ് സത്യാവസ്ഥ. ശരിക്കും ഈ പ്രീണനം അല്ലെങ്കിൽ ഈ മൈനോറിറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇതൊക്കെയാണ് നടക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കാം, ബാക്കി നമുക്ക് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മറ്റേതെങ്കിലും വീഡിയോ നമുക്ക് സംസാരിക്കാം. പോട്ടെ, ഇതിലിങ്ങനെയുള്ള പരിഹാസങ്ങളാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. അതിന് താഴെ നമ്മൾ മാതൃഭൂമി ന്യൂസിന്റെ ഈ സഞ്ജു സാംസണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഷഹീർ ചാലിപ്പുറം ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ SDP തൃത്താല അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ്. FCK RSS എന്ന് പറഞ്ഞാൽ ഫക്ക് RSS എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ SDP കൊടി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് CPM ആണോ അല്ലെങ്കിൽ SDP ഏത് സംഘടനയാണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. കാരണം കാണുമ്പോൾ എല്ലാവരെ പോലെ തന്നെ ഒരു അരിവാൾ ചുറ്റിയും കൂടി ഉണ്ടെങ്കിൽ കണക്കാവും. അപ്പോൾ ഇതിന്റെ കമന്റ് ബോക്സ് നമുക്ക് നോക്കാം. കൂടുതലും ഈ SDP സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളുടെ കമന്റുകളാണ് കൂടുതൽ ഇതിൽ കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതലും അവരുടെ തന്നെയാണ്, വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഈ SDP എന്നുള്ള സംഘടന സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അങ്ങനല്ലേ. അപ്പോൾ ഇത് മുന്നത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള രാജ്യവിരുദ്ധ സംഘടനയുടെ അല്ലെങ്കിൽ ബാൻ ചെയ്ത സംഘടനയുടെ മറ്റൊരു പതിപ്പ് അത് തന്നെയല്ലേ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അതായത് പിന്നെ രാജ്യവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ 2047 ഇന്ത്യയെ എന്തൊക്കെയോ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് പിന്നെ നിരോധിച്ചൊരു സംഘടന PFI, അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഫേസ് അതാണ് SDP. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ രാഷ്ട്രത്തിനെതിരെ വരുന്ന ഏതൊരു സംഘടനയാണെന്നുണ്ടെങ്കിൽ ഞാൻ എതിർക്കും. അപ്പോൾ ഞാൻ ഇതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു പ്രൊമോഷണൽ വീഡിയോ അവിടെ നടക്കട്ടെ. അത് കഴിഞ്ഞ് PC ജോർജിന്റെ ഒരു സംഗതിയുണ്ട്. അത് മറ്റേ PC ജോർജിന്റെ മറ്റേ ഇതുണ്ടല്ലോ, കത്തോലിക്ക മറ്റേ സഭാംഗങ്ങളുമായിട്ടുള്ള ചെറിയൊരു തർക്കമുണ്ട് പത്തനംതിട്ട ഭാഗത്ത്. അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അത് ഈ പറഞ്ഞ അച്ചായന്മാരും അതേപോലെ BJP കോൺഗ്രസ് സഖ്യങ്ങളും തമ്മിലുള്ള അടിപിടി കേസാണ്. അത് വേറൊരു കോമഡി.
അത് കഴിഞ്ഞ് നമുക്ക് താഴോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ വമ്പൻ പ്രതിരോധ ശക്തിയാകാൻ ഇന്ത്യ, $25 ബില്യൺ ഡിഫൻസ് പാക്കേജ് അംഗീകാരം, റഷ്യയുമായുള്ള സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് 2018 ഓർഡർ ചെയ്ത 5 S-400 സംവിധാനങ്ങൾക്ക് പുറമെ 5 കൂടി പുതുതായിട്ട് വാങ്ങും. അതായത് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പിന്നെ നൂതന മിസൈൽ S-400 എന്നുള്ള മിസൈൽ ഉണ്ടല്ലോ, അത് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇതിന്റെ കമന്റ് സെക്ഷൻ എങ്ങനെയായിരിക്കും എനിക്ക് ഊഹിക്കാന്നുള്ളൂ. കുറെ പേര് പട്ടിണി മാറുമോ എന്നുള്ള രീതിയിൽ, പ്രിൻസ് എന്നുള്ള ഒരു വ്യക്തി പട്ടിണി മാറുമോ എന്നുള്ള രീതിയിൽ ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ് പിന്നെ കമന്റ് ചെയ്തിരിക്കുന്നത്. പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ പട്ടിണി മാറുമോ എന്ന ഡാഷ് കമന്റ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അതാണ്. അത് കഴിഞ്ഞിട്ട് ഒരുത്തൻ ഈ പറഞ്ഞ പ്രിൻസ് എന്നുള്ള വ്യക്തിയെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഹിന്ദു മതവിശ്വാസത്തെയും അല്ലെ ഹിന്ദു ദൈവങ്ങളെയും ഇതിനെയും വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരു കമന്റ് രേഖപ്പെടുത്തി. അതാണ് കാര്യം. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് മലപ്പുറം കറാച്ചി ബോയ്സ് അസ്വസ്ഥരാണ്. ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കൂടുതൽ പേരും പരിഹസിക്കുന്നത് ആന്റി നാഷണൽസിനെയും അതേപോലെ ഈ പറഞ്ഞ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോദി ഭരണത്തിൽ വന്ന സമയത്ത് ഫുൾ ടൈം ട്രിപ്പായിരുന്നു, ഇന്റർനാഷണൽ ട്രിപ്പായിരുന്നു. പുള്ളിക്കാരൻ ഇസ്രായേൽ, മറ്റേ യൂറോപ്പ്, പിന്നെ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും ചുറ്റിക്കറങ്ങി വന്നു. അന്ന് എല്ലാവരും അദ്ദേഹത്തിനെ പരിഹസിച്ചു. അത് മാത്രമല്ല ഇന്ത്യയുടെ പിന്നെ ഡിഫൻസ് സിസ്റ്റം ഒന്നുകൂടെ ദൃഢമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ റഷ്യ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കൈകോർത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല റഷ്യയുടെ കയ്യിൽ നിന്ന് അത്രയും പ്രഹരശേഷിയുള്ള ആയുധങ്ങളും ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇന്ത്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ പരിഹസിച്ചുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷത്തിലിരിക്കുന്ന കോൺഗ്രസ്സുകാരും പിന്നെ ഇവിടുത്തെ മറ്റുള്ള കുറച്ച് പേരും കൂടെ എതിർത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് BJP ഗവൺമെന്റിനെ അല്ലെങ്കിൽ പറഞ്ഞ മോദിയെ പരിഹസിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലാണ്. അതായത് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സാധനം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ പട്ടിണി മാറുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. പട്ടിണി മാറുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മുടെ ദേശം, നമ്മുടെ രാഷ്ട്രം സുരക്ഷിതമായിട്ടിരിക്കുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നമ്മൾ ഈ അടുത്ത് പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അത് നമ്മൾ കണ്ടതാണ്. ഈ S-400 ഒക്കെ പോലുള്ള അത്രയും പ്രഹരശേഷിയുള്ള റോക്കറ്റ് ലോഞ്ചറുകളും അല്ലെങ്കിൽ മിസൈലുകളും നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പട്ടിണി മാറോ ഇല്ലെന്ന് എനിക്കറിയില്ല, ബട്ട് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രം പിന്നെ സുരക്ഷിതമായിരിക്കും എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. ഈ S-400 എന്നുള്ളത് is a highly advanced Russian developed long range surface to air missile system, widely considered one of the most effective air defense system in the world, capable of detecting targets up to 600 meters away and engaging them within a 400 kilometer radius. It can target aircraft, drones and cruise ballistic missiles. അതായത് പിന്നെ 600 കിലോമീറ്റർ അത്രയും ദൂരത്തിലുള്ള ഈ പറഞ്ഞ നമ്മുടെ ശത്രുക്കളുടെ എന്തിനേയും ഈ പറഞ്ഞ മിസൈൽസ്, മറ്റേ എയർക്രാഫ്റ്റ്, മറ്റുള്ള എന്തിനേയും ഡിറ്റക്ട് ചെയ്യാനും ഡ്രോണുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാനും 400 കിലോമീറ്റർ റേഞ്ചിൽ വെച്ചുകൊണ്ട് അതിനെ നിലം പരിശാക്കാനും കഴിവുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ആവശ്യമാണ്. അതിന് പട്ടിണി മാറുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ അപ്രസക്തമാണ്. നിങ്ങൾ ഈ പൊളിറ്റിക്സ് ഒക്കെ മറന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ട കാര്യങ്ങളെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കും. എല്ലാത്തിലും ഈ മതവും രാഷ്ട്രീയം തിരികെ കയറ്റല്ലേ. ഞാൻ ആദ്യം കാണുന്നത് വയോധികനോട് ക്രൂരത. എന്താണ് തള്ളിയിട്ടെന്ന് പരാതി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് കുറ്റിയാണിയിലേക്ക് പോയ ഭദ്രൻ എന്നയാളാണ് തലപൊട്ടി തുന്നിക്കെട്ട് ഇടേണ്ടി വന്നത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. KSRTC സ്ഥിരം യാത്രക്കാരനായ ഭദ്രന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. KSRTCയിലെ ഡ്രൈവർ ചവിട്ടി തള്ളിയിട്ടെന്നുള്ളൊരു പരാതിയാണ്. അവിടെ നിർത്താതെ കയറ്റം കംപ്ലീറ്റ് കയറ്റി കൊണ്ടുവന്നത് സംസാരിക്കരുത്. ഇയാളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്കും വിഷമമുണ്ട്. ഇയാൾ പറയുന്നത് ഒരു 90% സത്യമായിരിക്കാം. പിന്നെ പൊതുവെ ഇപ്പം നമ്മുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ KSRTC പിന്നെ ബസ് ജീവനക്കാരുടെയൊക്കെ പെരുമാറ്റം വളരെ മോശമാണ്. അത് റോഡിലൂടെ ഓടിക്കുന്നതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പബ്ലിക്കിനോട് പെരുമാറുന്ന രീതിയാണെന്നുണ്ടെങ്കിലും വളരെ മോശമാണ്. അപ്പോൾ KSRTC ഡ്രൈവർ ചവിട്ടി തള്ളിയിട്ടെന്നുള്ള പരാതിയിൽ ഒരു ന്യൂസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓട്ടെ, നമ്മൾ താഴോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ പറഞ്ഞ ഈ വൾഗാരിറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ഈ കണ്ടന്റ് ചെയ്യുന്നത്. എന്തും ഇപ്പം നോക്കിയാലും ഈ പെമ്പിളരെ വെച്ചിട്ടുള്ള വീഡിയോ മാത്രമേ കാണാനുള്ളൂ. അടുത്തത് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമുണ്ടായിരുന്ന ലേസർ ഡിഫൻസ് സംവിധാനം അവിടേക്ക് വരവറിയിച്ച് ഇന്ത്യയും. മാർച്ച് 24 പോസ്റ്റാണ്. ടെക്നി ഫാക്ട് എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഇന്ത്യ ഈ ഡിഫൻസ് സിസ്റ്റത്തിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു അങ്ങനെയുള്ള ഒരു പോസ്റ്റാണ്. കമന്റ് സെക്ഷനിൽ പരിഹാസമായിരിക്കാം. കമന്റ് ബോക്സിൽ ഇന്ത്യയിലെ പാകിസ്ഥാനികൾ കരഞ്ഞു തുടങ്ങിയോ മക്കളെ? അതിന് താഴെ 34 റിപ്ലൈസ് ഉണ്ടാവും. ആ 34 റിപ്ലൈയും ആരുടേതാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നുള്ളൂ. പരിഹാസമാണ് കൂടുതലും. മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ കേരളത്തിൽ ധാരാളമുണ്ട്. എൻ്റെ അമ്മ എല്ലാടെയും ഈ പറഞ്ഞ മതവും ഈ പറഞ്ഞ രാഷ്ട്രീയവും കുത്തിക്കയറ്റിക്കൊണ്ട്
ഈ വർഗീയത വിളമ്പാൻ മാത്രമേ നമ്മൾ മലയാളികൾക്ക് അറിയൂ. മലയാളികൾക്ക് മാത്രമല്ല, പൊതുവെ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും കണക്കാണ്. അത് കഴിഞ്ഞ് താഴെ മനോരമ ന്യൂസിന്റെ ഒരു പോസ്റ്റ്, ഏപ്രിൽ 1-ാം തീയതി വന്നൊരു പോസ്റ്റാണ്. BJP ഭയമാണ് എന്ത് പറഞ്ഞാലും വിമർശനം. അതുകൊണ്ട് അത് പൊളിറ്റിക്കൽ എന്തെങ്കിലും ആയിരിക്കും. ഇയാളല്ലേ മറ്റേ പൊന്നാനിയിൽ ഒരു ഹിന്ദു മതവിശ്വാസിയെ തന്നെ MLA ആയിട്ട് പരിഗണിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയ ആൾ. അത് അങ്ങനെ ഒരു കേസ്. അതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭന്റെ മണ്ണിൽ അവിടെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഒരിക്കലും അനുയോജ്യമല്ല. ആൾക്കാർക്ക് അറിയാം, കാരണം അതൊരു ഹിന്ദു മെജോറിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഹിന്ദു മതവിശ്വാസിക്ക് ആണ് കൂടുതലും സാധ്യത. പിന്നെ ഇപ്പം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നത് BJP ആണ്. ഇപ്പം ഈ ഇലക്ഷൻ മെഞ്ഞാന്ന് ഇലക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പം അവിടെ ഈ പറഞ്ഞ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, അതേപോലെ പിന്നെ ആരൊക്കെയാണ് അവിടെ ഇലക്ഷൻ വന്നിരിക്കുന്നത് BJP കാൻഡിഡേറ്റ് ആയിട്ട്. അപ്പോൾ കൂടുതലും സാധ്യതയുള്ളത് BJPക്കാണ്. അതേസമയത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഒരു ഗുരുവായൂർ ക്ഷേത്രം അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ഈ പറഞ്ഞ തൃപ്പറയാറ്, അല്ലെങ്കിൽ പൊന്നാനി, കുറ്റിപ്പുറം, അല്ലെങ്കിൽ മലപ്പുറം ബോർഡറായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ നോക്കുമ്പോൾ എന്താണ് മെജോറിറ്റി കൂടുതലും മുസ്ലിംസ് ആണ്. നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലയിലും ഓരോ അസംബ്ലി, ഓരോ മണ്ഡലങ്ങളിലും അവിടുത്തെ മതവിശ്വാസികളുടെ പിന്നെ കണക്കനുസരിച്ചിട്ടാണ് കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നത്. ശരിയല്ലേ? അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടാണ് അവിടെ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നത്. ഇനി താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും SDPIയുടെ ഒരു പ്രൊമോഷണൽ വീഡിയോ, ഗുരുവായൂർ നടന്നൊരു പ്രൊമോഷണൽ വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞൊരു ഫിലിം റിലേറ്റഡ് ആയിട്ടൊരു പോസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ശൈശവ വിവാഹത്തിന് കേരള പോലീസ് ഭാഗമായിരിക്കുകയാണ്. അത് വീണ്ടും മറ്റേ മൊണാലിസ വിഷയത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വീഡിയോ ആണ്. ദിവ്യശ്രീയുടെ കൊലപാതകം, ഭർത്താവിന് 3 ജീവൻ, ട്രിപ്പിൾ ലൈഫ് സെന്റൻസ് എന്ന് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം എന്താണ്. ഇസ്രായേൽ മീഡിയ വണ്ണിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇസ്രായേലുമായുള്ള കരാറുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ റദ്ദാക്കണമെന്ന് സ്പെയിനിനെ ഗസ സമിതിയിൽ നിന്ന് പുറത്താക്കി ഇസ്രായേൽ. അപ്പോൾ സ്പെയിൻ എന്നുള്ള രാജ്യം ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 198 കമന്റുകളുണ്ട്. മീഡിയ വൺ എന്നുള്ള ചാനലാണ് വന്നിരിക്കുന്നത്. സ്പെയിൻ എല്ലാവരും സ്പെയിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടുതലും ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ഒരു 99% പേരും ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് സ്പെയിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. അത് മീഡിയ വൺ ചാനൽ ആയതുകൊണ്ടാണ്. അതേസമയത്ത് ഇതൊരു ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചാനലിലാണ് ഈ പറഞ്ഞ ന്യൂസ് കട്ടൗട്ട് വന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇസ്ലാം മതവിശ്വാസികളെയും അതേപോലെ ഈ ഇറാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പലസ്തീൻ, ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പരിഹസിച്ചുകൊണ്ട് വേറെ കുറെ പേര് കമന്റ് ബോക്സിൽ വരും. അതാണ് ഉണ്ടാവുക. ഞാനിത് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊട്ടെ. ഇനി നമുക്ക് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ആർമിയുടെ പെൺപുലികൾ നിലമ്പൂരിൽ, കലാശക്കൊട്ടിന് നിലമ്പൂരിലുണ്ടായിരുന്ന CRPF അല്ലെങ്കിൽ പട്ടാളത്തിലുള്ള പെൺപട, അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിൽ 446 കമന്റുകളുണ്ട്. ആർമി അല്ല ബ്രോ, ഇവർ BSF ആണ്. BSF എന്ന് പറഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അർദ്ധസൈനികരാണ്. അത് നമ്മളങ്ങനെ അതിലൊരു വിവേചനം കാണിക്കേണ്ട ആവശ്യമില്ല. അവരും പട്ടാളക്കാർ തന്നെ. അതിൽ നമ്മൾ അർദ്ധസൈനികരെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ ആർമി എന്നോ പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഒരു വിവേചനം കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നമ്മുടെ രാജ്യത്തിനെ കാക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു സംഗതി, ശൈശവ വിവാഹത്തിന്റെ പങ്കിൽ എന്ന് പറഞ്ഞ് അതിൽ പറഞ്ഞ ശ്രീജിത്ത് പണിക്കർ സെയിം ആ മൊണാലിസ കേസിൽ സംസാരിക്കുന്നതാണ്. ഇന്ന് തൽക്കാലത്തേക്ക് ഇത്ര മതി. ഞാൻ ഒന്നുമില്ല, നമ്മളെ പൊതുവെ മലയാളികളുടെ തനിക്കോണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ മതം തലയിൽ കയറ്റി വെച്ച് നടന്നുകൊണ്ട് ഈ പറഞ്ഞ ഈ വർഗീയതയും ഈ പറഞ്ഞ ഇത്രയും ഈ ടോക്സിസിറ്റി അല്ലെ വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റും. എല്ലാ ആൾക്കാരും കണക്കാം, എല്ലാ മതവിശ്വാസികളും കണക്കാം. ഇന്നേ മതം അല്ല ഇന്നേ ആൾക്കാരൊന്നുമില്ല, എല്ലാവരും കണക്കാം. ആൾക്കാർ മതം നോക്കിയിട്ടാണ് ആൾക്കാരെ ഒന്ന് വിമർശിക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇത് ആൾക്കാരും പരസ്യമായിട്ട് സമ്മതിക്കൂല. ഈ ഒരു കാര്യം ആരും പരസ്യമായിട്ട് സമ്മതിക്കൂല. ഞാനിത് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. ഇവിടെ ഈ വർഗീയതയില്ല, കേരളം നമ്പർ 1 ആണ്, പിന്നെ മതേതര കേരളമാണ്, വിദ്യാസമ്പന്നരാണ്, ഇതൊക്കെ പറയുന്ന കുറെ സംഗതികളുണ്ടല്ലോ. ഇതെല്ലാം ഈ വെറും തട്ടിപ്പ് പരിപാടി മാത്രമാണെന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും ഉറപ്പായിട്ടും. ഇനി എൻ്റെ കമന്റ് ബോക്സിൽ ഇനി പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊന്നും എന്നെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ കണ്ട കാഴ്ചകൾ, കാര്യങ്ങൾ എന്താണോ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചു തന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാനൊരു ദേശീയവാദിയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ രാജ്യം കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. ഞാനൊരു ഹിന്ദു മത വിശ്വാസി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ രാഷ്ട്രം കഴിഞ്ഞിട്ട് മാത്രമേ മറ്റെന്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ രാഷ്ട്ര പുരോഗതിക്കും അല്ലെങ്കിൽ അഭിമാനത്തിനും അല്ലെങ്കിൽ ആൾക്കാരുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്.